Good morning. Good morning. Morning. Page number ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ. Okay. Employees training നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. Training is a process of learning a series of programmed behavior. Training പറഞ്ഞ എന്താണ്? അതൊരു ലേണിംഗ് സീരീസ് ആണ്. കുറച്ച് പ്രോഗ്രാമിന്റെ ബിഹേവിയറെ കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു ലേണിംഗ് സീരീസ് ആണ് എന്ത് ട്രെയിനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. It makes people aware of the rules and procedures to manage their behavior. Training എന്താണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്? റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. അവരുടെ ബിഹേവിയർ ചെയ്യാനുള്ള എന്തൊക്കെ രീതിയിലുള്ള റൂൾസും റെഗുലേഷൻസും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആണ് എന്താ ട്രെയിനിങ് പ്രോസസ് എന്ന് പറയുന്നത്. It tries to refine their performance on the current job or make them ready for an intended job. Primary purpose of training are എന്തൊക്കെയാണ് primary purpose എന്ന് പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ട്രെയിനിങ് പർപ്പസ് primary purpose എന്തൊക്കെയാണ്? Increase productivity, upgrade the quality, then organization fulfills future needs and personal needs. To improve organizational climate, to improve health and safety, then to improve personal growth, to improve personal growth,
ഇത് വെട്ടാൻ പറഞ്ഞു. ഒബ്സോളൻസ് പ്രിവെൻഷൻ വെട്ടിയിട്ട് ടു ഇംപ്രൂവ് പേഴ്സണൽ ഗ്രോത്ത് എന്നാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം. എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ, ഒരു പരിശീലന പ്രോഗ്രാംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ്? ടു ഡിസ്കവർ ഓർ identify the training requirements. To discover or identify the training requirements. ട്രെയിനിങ്ങിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ആയിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു പരിശീലനം കൊടുക്കേണ്ട ആവശ്യകത എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Then to get ready for the job. പിന്നെന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്? To get ready for the job. ആ ജോലിക്കുള്ള പ്രത്യേക തയ്യാറെടുപ്പ് അല്ലെ? റെഡി ഫോർ ദ ജോബ്. Then preparation of the learner. Preparation of the learner എന്താണ്? ലേണർ എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസിനാണ് കേട്ടോ, അല്ലെങ്കിൽ പരിശീലിക്കുന്ന ആളെയാണ് എന്ന ലേണർ എന്ന് ഉദ്ദേശിക്കുന്ന ആളെ പ്രിപ്പയർ ചെയ്യുക, ആള് പ്രിപ്പയർ ആവുക അല്ലെങ്കിൽ തയ്യാറെടുക്കുക. ഓക്കെ, then presentation of chapter of human resource management. Chapter തീരാറായി. Presentation of operations and knowledge. Next എന്താണ്? Presentation of operation and knowledge. The most important step in a training program is presentation of preparation and knowledge. എന്തിനെ കുറിച്ചുള്ള പ്രസന്റേഷൻ ആണ്? ആ ജോലിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അപ്പൊ ജോലിയുമായി ബന്ധപ്പെടുത്തി കൊണ്ടുള്ള നോളജ് പ്രസന്റ് ചെയ്യുക. ആ പ്രോഗ്രാംസിൽ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് പ്രത്യേകമായ രീതിയിൽ പരിശീലനം നടക്കാനുള്ള ആ ഒരു പ്രസന്റേഷൻ എന്താണ്? പ്രിപ്പയർ ചെയ്യുക. Trainer should clearly tell, show, illustrate and question in order to put over the new knowledge and operations. അപ്പോൾ ട്രെയിൻ ചെയ്യുന്ന ആള് ഈ ട്രെയിനേഴ്സിന് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും, ദെൻ കാണിച്ചു കൊടുക്കും. പിന്നെ എന്താണ്? ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് വരച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ അതങ്ങനെ ചെയ്യും. ഏത് രീതിയിലാണെങ്കിലും ഏത് മെത്തേഡിനനുസരിച്ചിട്ടാണെങ്കിലും എന്തായിരിക്കും ആ ക്വസ്റ്റ്യൻസ് അവർക്ക് കൃത്യമായ രീതിയിൽ ട്രെയിനേഴ്സിന് പറഞ്ഞു കൊടുക്കും, ട്രെയിനിങ് പറഞ്ഞു കൊടുക്കും. Okay, the learner should be told of the series of the entire job and why each step in its performance is necessary. ഈ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ആ ലേണർ എന്താണ് അവിടെ ആ പെർഫോമൻസ് ഓരോ സ്റ്റെപ്പും ഈച്ച് സ്റ്റെപ്പും ആൾ പെർഫോം ചെയ്യുന്നത് ആ ട്രെയിനർ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും ആ ട്രെയിനർ അവിടെ ട്രെയിനി അവിടെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, presentation of the knowledge എന്ന് പറയുന്നതാണ് എന്ത്? ആ ഒരു പ്രോഗ്രാമിന്റെ രൂപരേഖ, ആ ഒരു ജോലി എങ്ങനെ ചെയ്യണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്ത് ആ ഓപ്പറേഷൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്തൊക്കെ മെത്തേഡ്സുകൾ ചെയ്യണം, എങ്ങനെയത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാക്കിയുള്ള കാര്യങ്ങള് ഈ മെത്തേഡ്സ് സ്റ്റെപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ആ ട്രെയിനേഴ്സ് ഈ ട്രെയിനികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ട്രെയിനീസ് അത് പെർഫോം ചെയ്യുന്നത്. നിങ്ങള് ഇത് പഠിക്കുക, പ്രസന്റേഷൻ ഓഫ് പ്രഷൻസ് ആൻഡ് നോളജ്. ഇത് നോട്ട് ചെയ്യാം കേട്ടോ, ഇത് അണ്ടർലൈൻ ചെയ്യാം. Then performance tryout. Performance tryout. എന്താണ് പെർഫോമൻസ് ട്രൈഔട്ട് എന്ന് പറഞ്ഞാല്? The trainees is asked to look through the job several times slowly and explain to him each step. Mistakes should be corrected. Then the trainee is advised to do the job step by step, building up skill and speed. എന്താണ് പെർഫോം ട്രൈ ഔട്ട് എന്ന് പറയുന്നത്? അവരുടെ പരിശീലനങ്ങൾക്ക് പല പ്രാവശ്യം അവര് പതുക്കെ എന്താണ് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവര് ജോബ് പയ്യെ ചെയ്യാനായിട്ട് ആരംഭിക്കും. ദെൻ ഓരോ സ്റ്റെപ്സും എന്താണ് ട്രെയിനീസ്
എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ആ പരിശീലനങ്ങൾ ഏറ്റെടുക്കുക. എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ അല്ലെ മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുകയും പിന്നെന്താണ് the trainee is advised to do the job step by step building up skill and speed. അങ്ങനെ ഓരോ തെറ്റുകുറ്റങ്ങളും കറക്റ്റ് ചെയ്ത് എന്താണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ജോബിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഐഡിയാസും സ്കിൽസും അതുപോലെ തന്നെയാണ് ആ ജോലി ചെയ്യാനുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പീഡും ആ ട്രെയിനീസിന് അവിടെ വർദ്ധിക്കുന്നതായിരിക്കും അല്ലെ. ആദ്യം അവർക്ക് എക്സ്പ്ലനേഷൻസ് കൊടുക്കും, പിന്നെ പതിയെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്താണ് അവരത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നീട് എന്താണ് ഇതില് അത് ചെയ്യാനുള്ള ഒരു എന്താണ് അവർ ഏബിൾ ആവുക, അത് മൊത്തത്തിൽ ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു സ്കില്ലും ആ ഒരു സ്പീഡും ഒക്കെ അവർക്ക് ആവുന്ന സമയം വരെ എന്തായിരിക്കും ട്രെയിനീസ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കറണ്ട് പോയതാണേ. Okay. Then follow up and evaluation of the program. Follow up and evaluation of the program. It is with a view to testing the effectiveness of training efforts that the step is undertaken. Follow up and evaluation program എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസ് അല്ലെ അവര് ചെയ്യുന്ന എല്ലാ വർക്ക്സും ഫോളോ അപ്പ് ചെയ്യപ്പെടുന്നു, ദെൻ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെ, ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അവർക്ക് കൊടുക്കുന്ന ജോലി ആദ്യം നമ്മൾ ട്രെയിനിങ് കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുത്തു, ദെൻ അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു, ദെൻ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു നോക്കി. പിന്നീട് എന്താണ് അവരതൊന്നും കൂടി അത് ഇവാലുവേറ്റ് ചെയ്യും, അവര് നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യും അല്ലെ. കണ്ടിന്യൂ ആയിട്ട് അവരത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഒരു ഫോളോ അപ്പ് ഇവാലുവേഷൻ പ്രോഗ്രാമിൽ കൂടി അവിടെ ഉൾപ്പെടുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ആ വർക്ക് അവരവിടെ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്താ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത്തരം സ്റ്റെപ്പുകളാണ് എന്താ വാച്ച് ചെയ്യുന്നത്. എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ട്രെയിനിങ് പ്രോഗ്രാംസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? To discover or identify the training requirements. ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യകതകൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. Then to get ready for the job. അല്ല, ആ ജോലിക്കായിട്ട് ഏത് ജോലിയാണോ അതിന് തയ്യാറാവുക. Then preparation of the learner. ആ ജോലിക്കായിട്ട് ആള് തയ്യാറെടുക്കുക. രണ്ടും ഒരേ മീനിങ് തന്നെയാണ് കേട്ടോ. പ്രിപ്പയർ ചെയ്യുക, ആ ട്രെയിനീസിനെ ആ ട്രെയിനിയെ അല്ലെങ്കിൽ ആ എംപ്ലോയിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. Then presentation of operations and knowledge. Presentation of operations and knowledge. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ട്രെയിനിങ് പ്രോഗ്രാമിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് ആണ് എന്താ പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, അതാദ്യം അവർക്ക് കൃത്യമായ രീതിയിൽ പറഞ്ഞു കാണിച്ചും വരച്ചും ഇല്ലുസ്ട്രേറ്റ് ചെയ്തും കൊടുക്കും, ടെയിൽ ചെയ്തും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും, ദെൻ ആളെ അത് കാണിച്ചു കൊടുക്കും, ദെൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അവർ ആ ഓപ്പറേഷൻസ് ഒക്കെ കൃത്യമായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ദെൻ പിന്നീട് എന്താണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അവർ എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. ദെൻ പെർഫോമൻസ് ട്രൈ ഔട്ട്. പിന്നെന്താണ് പിന്നീട് തന്നിരിക്കുന്ന ജോലി ആ ട്രെയിനീസിനെ കൊണ്ട് അവരെ പതിയെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും എന്താണ് ഓരോ സ്റ്റെപ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും പിന്നീട് എന്താണ് പിന്നീട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ പ്രത്യേക തരത്തിലുള്ള അഡ്വൈസുകളൊക്കെ കൊടുത്തതിന് ശേഷം അവരുടെ സ്കിൽസും സ്പീഡ്സും ഒക്കെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ട്രെയിനേഴ്സ് അവരെ സഹായിക്കുന്നു. ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ. അവരെ ചെയ്യുന്ന വർക്ക് കൊടുത്തിരിക്കുന്ന വർക്ക് നല്ല എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ അതിനൊരു ഫോളോ അപ്പ് കൂടി അവിടെ കൊടുക്കുന്നു. ഇത്തരം സ്റ്റെപ്സുകളാണ് ഒരു പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻക്ലൂഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാം. ഓക്കെ, ക്ലിയർ ആണോ? ഇതിൽ സംശയം ഉണ്ടോ? ഇനി നോക്കാം ട്രെയിനിങ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്. ട്രെയിനിങ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് എന്തൊക്കെ രീതികളും ടെക്നിക്സുകളാണ് ഒരു ട്രെയിനിങ് പരിശീലന പരിപാടിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്.
രണ്ട് തരത്തിലാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് മെത്തേഡ് ഉണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് മെത്തേഡ്. ഓൺ ദ ജോബിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? ഓൺ ദ ജോബ്. ഇല്ലുസ്ട്രേറ്റ് എന്താണെന്നാണോ ചോദിക്കുന്നത്? ഇല്ലുസ്ട്രേറ്റ് എന്ന് വെച്ചാൽ വരച്ച് കാണിച്ചു കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുമല്ലോ വ്യക്തമായിട്ട്. അതാണ് കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ് OJT. On the job training OJT. In the on the job training method, the employees are trained on the job at their place of work using actual tools, equipment, documents used by employees when they are fully trained. എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഓൺ ദ സ്പോട്ടിൽ അല്ലെ, അവിടെ അവർക്ക് കൃത്യമായ രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുക്കണം. എല്ലാ ടൂൾസും എക്യുപ്മെന്റ്സും ഡോക്യുമെന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് ജോലി ചെയ്യാനായിട്ട് ഒരു അവസരം അവിടെ കൊടുക്കുകയാണ് അല്ലെ. അതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എല്ലാ ടൂൾസും ആക്ച്വൽ ആയിട്ടുള്ള ടൂൾസും കൊടുക്കും, എക്യുപ്മെന്റ്സും കൊടുക്കും, മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരോട് ഉള്ള ഒരു ട്രെയിനിങ് സെഷൻ കൊടുക്കുകയാണ് അല്ലെ. നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ്സിൽ പഠിക്കുന്നത്, അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്ത് നമുക്ക് അവിടെ എല്ലാ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഡോക്യുമെന്റ്സും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ഫെസിലിറ്റീസ് ഉപയോഗിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടേതായ പ്ലേസിൽ അവർക്ക് ജോലി ചെയ്യാനായിട്ട് എല്ലാ എക്യുപ്മെന്റ്സും ഡിവൈസസും ഉപയോഗിച്ചിട്ട് അവർക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്താ OJT അഥവാ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തത് എന്താണ്? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, JIT. അണ്ടർലൈൻ ചെയ്യണേ. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്താണ്? ദിസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് ട്രെയിനിങ് ത്രൂ ഗ്രാജുവൽ ലേണിംഗ്. പഠനത്തിലൂടെയുള്ള ഒരു പരിശീലനമാണ് അല്ലെ. അത് പഠനത്തിലൂടെയാണ് എന്താ ജോബ് ഇൻസ്ട്രക്ഷൻസ് ട്രെയിനിങ് കൊടുക്കുന്നത്. അവർക്കൊരു പ്രത്യേക തരത്തിലുള്ള ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് ആയിരിക്കും എന്താ ജോബ് ഇൻസ്ട്രക്ഷൻസ് ട്രെയിനിങ് എംപ്ലോയീസിന് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, this method is known as training through gradual learning. ഇതൊരു പഠനത്തിലൂടെയുള്ള ഒരു പരിശീലനമാണ് എന്ത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനമാണ് എന്ത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതറിയാമോ നിങ്ങൾക്ക്? അപ്രന്റീസ്ഷിപ്പ് എന്താണ്? അപ്രന്റീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അപ്രന്റീസുകൾ ആരാണ്? Yes. The person is learning a trade from a skilled employer. Having a ഞാൻ അപ്രന്റീസ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് മറ്റേ സിനിമയാണ് ഓർമ്മ. അതാണ് ഞാൻ ചിരിച്ചത്. ഫ്രണ്ട്സ് സിനിമയില് ശ്രീനിവാസൻ പറയില്ലേ, കൊട്ടാരത്തിൽ പോണേക്ക് മുമ്പ് അപ്രന്റീസുകളായിട്ട് അങ്ങനെയുള്ളവർക്ക് ശമ്പളം വേണ്ട അല്ലെ എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അപ്രന്റീസ് ട്രെയിനുകൾ അല്ലെ സിനിമയിൽ കേട്ടിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പൊ അവരെന്താണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ? the person is learning a trade from a skilled employer having agreed to work for fixed period of low wages. ശ്രീനിവാസൻ പറ്റിക്കുകയാണ് ചെയ്തത്. പക്ഷെ കുറച്ച് വേജസ് കൊടുക്കണമായിരുന്നു അല്ലെ. പൈസ എടുക്കാതെയാണ് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചത്. പൈസ കൊടുക്കാതെയാണ് പണിയെടുപ്പിച്ചത്. പക്ഷെ എന്താണ് ലോ വേജസ് കൊടുക്കണം. അവര് ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടായിരിക്കും അല്ലെ. അതായത് കുറഞ്ഞ വേതനത്തില് നിശ്ചിത കാലയളവിലേക്കായിരിക്കും അപ്രന്റീസ് ട്രെയിനികളെ എടുക്കുന്നത്. ഓക്കെ, കുറഞ്ഞ വേതനത്തിൽ ഒരു ലോ വേജസിലായിരിക്കും ഒരു ഫിക്സ്ഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് എംപ്ലോയീസിനെ എടുക്കുന്നതാണ് എന്ത് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. Okay, having agreed to work for a fixed period at low wages. Okay. ഓൺ ജോബ് ട്രെയിനിങ്ങിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് വരുന്നുണ്ട്, അപ്രന്റീസ്ഷിപ്പും വരുന്നുണ്ട് കേട്ടോ. അപ്രന്റീസ്ഷിപ്പും വരുന്നുണ്ട്. ഓക്കെ,
അടുത്ത ട്രെയിനിങ് മെത്തേഡ് ആണ് എന്ത്? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഇനി പറയുന്നത് ഓഫ് ദ ജോബ് മെത്തേഡ്സ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്തൊക്കെയായിരിക്കാം? In the off the job training method, the workers or employees learn their job roles away from the actual work floor. എന്തായിരിക്കും ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുമ്പോ? എവിടെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? എവിടെയായിരിക്കും ട്രെയിനിങ് കിട്ടുന്നത് അവർക്ക്? സൈറ്റ്സ് അല്ലെ, അവരുടെ വർക്ക് സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ ആക്ച്വൽ ആയിട്ടുള്ള വർക്ക് ഫ്ലോറിൽ തന്നെ എന്താണ് അവർക്ക് ട്രെയിനിങ്ങുകൾ കിട്ടുന്നു അല്ലെ? എന്തൊക്കെ തരത്തിലുള്ള ട്രെയിനിങ്ങുകളായിരിക്കും അവർക്ക് ഓഫ്ലൈൻ കിട്ടുന്നത്? ലെക്ചേഴ്സ് അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെക്ചേഴ്സ് അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ, അതിന്റെ ക്ലാസ്സുകൾ. ഓക്കെ, ദെൻ വെസ്റ്റ്യൂബിൾ ട്രെയിനിങ് ഈസ്. വെസ്റ്റ്യൂബിൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റ്യൂബിൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇതൊരു ക്ലാസ് റൂം പരിശീലനമാണ് കേട്ടോ. ഇത് ക്ലാസ് റൂമിന്റെ അകത്ത് കൊടുക്കുന്ന ഒരു പരിശീലനമാണ് എന്ത്? വെസ്റ്റ്യൂബിൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. വെസ്റ്റ്യൂബിൾ ട്രെയിനിങ് ഇറ്റ്സ് എ ക്ലാസ് റൂം ട്രെയിനിങ് which is often done with the help of the equipment and machines which are identical with those in use in the place of work. എന്താണ്? ക്ലാസ് റൂമിൽ വെച്ച് തന്നെ എന്താണ് എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടുകൂടി, മെഷീൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നത്, അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് എന്താ? വെസ്റ്റ്യൂബിൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലാസ് റൂമിൽ അകത്ത് വെച്ച് തന്നെ അവർക്ക് പ്രത്യേക പരിശീലനങ്ങൾ കൊടുക്കുന്നു. ഓക്കെ, അതായത് ജോലി സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അതിന്റെ സാമഗ്രികളും യഥാർത്ഥമായിട്ടുള്ള ഉപകരണങ്ങളും യന്ത്രങ്ങളും ഒക്കെ എന്താണ് അവർക്ക് പരിശീലിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നു. ലാബ് പോലെ, ശരിയാണ്. യെസ്, പ്രാക്ടിക്കലൊക്കെ കൊടുക്കുന്ന അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് എന്താ വെസ്റ്റ്യൂബിൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായത്? വെസ്റ്റ്യൂബിൾ ട്രെയിനിങ് എന്താണ്? ക്ലാസ് റൂം ട്രെയിനിങ് ആണ്. With the help of equipment and machines which are identical with those in use in place of work. ഇനി കോൺഫറൻസുകൾ കൊടുക്കും. കോൺഫറൻസുകൾ എന്താണ്? കോൺഫറൻസ് ഇതിനാണ് കോൺഫറൻസ് വയ്ക്കുന്നത്. യെസ്, മീറ്റിംഗ്സുകൾ അല്ലെ. ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺഫറൻസുകൾ സംഘടിപ്പിക്കുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻസ് കൊടുക്കുന്നു. കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്താണ്? ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നതാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. പ്രോബ്ലം അല്ലെങ്കിൽ ഒരു വർക്ക് കൊടുത്തിട്ട് അവർക്ക് അത് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട്, പ്രാക്ടിക്കലി ചെയ്ത് കൊടുക്കാനുള്ള ഒരു അവസരം കൊടുക്കാനൊക്കെ കേസ് സ്റ്റഡി മെത്തേഡ് അഥവാ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ്, അതായത് ചെയ്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, കറണ്ടിലേക്ക് പോട്ടോ. ഓക്കെ, നെക്സ്റ്റ് റോൾ പ്ലേയിങ്. അടുത്തൊരു സിറ്റുവേഷൻ ആണ് റോൾ പ്ലേയിങ്. അടുത്തൊരു ട്രെയിനിങ് മെത്തേഡ് ആണ് റോൾ പ്ലേ. റോൾ പ്ലേ ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? Defined as presenting to be someone else or pretending to be in a particular situation that you are not really in at the time. എന്തായിരിക്കും റോൾ പ്ലേ ചെയ്ത് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത്? അതായത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് അവിടെ ചെയ്ത് പഠിക്കുന്നു എന്നുള്ളൊരു മീനിങ് കേട്ടോ. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ എന്താണ് അഭിനയിക്കുന്നതായിട്ട്, നമ്മൾ അവിടെ അഭിനയിച്ച് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു സൂചനയാണ് അത് വരുന്നത്. സിറ്റുവേഷൻ ദാറ്റ് ആർ നോട്ട് റിയലി ഇൻ അറ്റ് ദ ടൈം. നമ്മൾ അഭിനയിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഒരാളുടെ റോൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അവിടെ ഒരു ട്രെയിനിങ് പരിശീലനം നൽകുക എന്നൊരു മീനിങ്ങിലാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും പെർട്ടിക്കുലർ സിറ്റുവേഷൻ കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മളവിടെ അത് എന്താണ് പരിശീലിച്ച് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് കാണിക്കാനായിട്ട് ആവശ്യപ്പെടുമായിരിക്കും. അതായിരിക്കും റോൾ പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായിരിക്കും നല്ലതാണ്.
ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്, അതെ. യെസ്. അടുത്തത് എന്താണ്? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. അതായത് program instructions എന്ന് പറഞ്ഞാൽ എന്താണ്? Consists of a series of steps which are often stepped up through the central panel of an electronic computer as guides is the performance of a desired operation or series of operations. എന്താണ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാല്? തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ പാനലിലായിരിക്കും കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ, ഇൻസ്ട്രക്ഷൻസ്. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടറിന്റെ പാനലിലൂടെ ആവശ്യമുള്ള ഒരു പ്രവർത്തനത്തിന്റെ എന്താണ്, അതായത് ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിലായിരിക്കും കുറച്ച് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസുകൾ അവർ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ഗൈഡ്സും കാര്യങ്ങളും അടങ്ങുന്നത്, അതായത് എംപ്ലോയീസ് ട്രെയിനിങ്ങിന് കൊടുക്കേണ്ട എന്താണ് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും അടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. അത് ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിലായിരിക്കും അത് ചെയ്തിരിക്കുന്നത്, ഗൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. An electronic computer as guides in the performance of a desired operations or series of operations. അപ്പോൾ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കും ആ ട്രെയിൻസ് അവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. കൃത്യമായ ഒരു പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ? ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർദ്ദേശങ്ങൾ അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിന്റെ സഹായത്തോടെ ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ പാനലിലായിരിക്കും അത് തയ്യാറാക്കി വെച്ചിരിക്കുക. കറണ്ട് പോയിട്ടോ കുട്ടികളെ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കറണ്ട് പോയി. കാണാൻ പറ്റില്ലല്ലോ? കാണാമോ? ലൈറ്റ് കാണുന്നുണ്ട്, എന്നെ കാണാമോ? കാണാമോ? കാണാം. യെസ്, കാണാം. ഓക്കെ. അടുത്തത് ടി ഗ്രൂപ്പ് ട്രെയിനിങ്. എന്താണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ്? ടി എന്താണ്? ടി ഗ്രൂപ്പ് ട്രെയിനിങ്. ടി എന്തായിരിക്കും? ടി ട്രെയിനിങ് ഗ്രൂപ്പ് കേട്ടോ. ട്രെയിനിങ് ഗ്രൂപ്പിനെ പറയുന്നതാണ് എന്താണ്? ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്.
കറണ്ട് പോയതാണേ. PDF കാണുന്നില്ലേ? കാണാലോ. ഈ ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് വിസിബിൾ ആ? നോക്കിയേ, കാണുന്നില്ല PDF? അതിര ഓക്കെ. ഈ ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഗ്രൂപ്പ് ഓഫ് ട്രെയിനിങ്. അതായത് 8 മുതൽ 14 മെമ്പേഴ്സ് വരെ ആയിരിക്കും ആൾക്കാരായിരിക്കും അതിലുണ്ടായിരിക്കുക. Over an extended period of learning comes ചിലപ്പോ പിന്നെയും കറണ്ട് പോകും കേട്ടോ. Analysis of their own experiences. അപ്പൊ ആ ട്രെയിനിങ്ങിൽ, ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്നത്? their own experiences, അവരുടെ എക്സ്പീരിയൻസുകൾ, including feelings, reactions, perceptions and behavior. Okay, അത്തരം കാര്യങ്ങളായിരിക്കും അവരവിടെ ആ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓഫ് ദ ജോബ് മെത്തേഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഓഫ് ദ ജോബ് മെത്തേഡ്സിലെ ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, കോൺഫറൻസസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡീസ്, റോൾ പ്ലേയിങ്, program instruction and group training. Okay. Subheads, headings മാത്രം പഠിക്കുക കേട്ടോ. ടി ഗ്രൂപ്പ് ട്രെയിനിങ് നിങ്ങൾ പഠിക്കണം. ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്നുള്ള ഭാഗം ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ക്ലാസ് റൂമും എന്താണെന്ന് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ക്ലാസ് റൂമും ടി ഗ്രൂപ്പ് ട്രെയിനിങ്ങും പഠിക്കണം. എത്ര മെമ്പേഴ്സ് അതിലുണ്ടായിരിക്കും? 8 to 14 പീപ്പിൾസ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക. Then performance appraisal. എന്താണ് പെർഫോമൻസ് അപ്രീഷിയൽ എന്ന് പറഞ്ഞാൽ? ഇതിനാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. A performance appraisal is a process of estimating an employee's performance of a job in terms and its requirements. അല്ലെ, ഒരാളുടെ ജോലി വിലയിരുത്തുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? അപ്രീഷിയൽ എന്നല്ലേ. വിലയിരുത്താൻ ആളുടെ പെർഫോമൻസ് എത്രത്തോളം അയാൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ അയാൾ നല്ല രീതിയിൽ ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിനുള്ളതാണ് എന്ത്? പെർഫോമൻസ് അപ്രീഷിയൽ എന്ന് പറയുന്നത്. Performance appraisal is a process of estimating an employee's performance. ഒരു ജോലിയുടെ ആവശ്യം അനുസരിച്ചിട്ട് അയാള് ആ ഒരു ജോലി എത്രത്തോളം മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതാണ് എന്ത്? പെർഫോമൻസ് അപ്രീഷിയൽ എന്ന് പറയുന്നത്. അതായത് ജോലിയുടെ പ്രകടനം വിലയിരുത്തുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? പെർഫോമൻസ് അപ്രീഷിയൽ എന്ന് പറയുന്നത്. ഒരാളുടെ ജോലിയുടെ പ്രകടനം വിലയിരുത്തുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? പെർഫോമൻസ് അപ്രീഷിയൽ എന്ന് പറയുന്നത്. Okay. Okay. Yes. ഇനി എന്തൊക്കെ പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ് ഇൻക്ലൂഡ്? ഒരാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്? ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്? Establish performance standards.
പ്രകടന തന്നിരിക്കുന്ന പ്രകടന മാനദണ്ഡങ്ങള് അയാള് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് അയാള് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് എന്ത് അത് തീരുമാനിക്കുന്നത്. പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് തീരുമാനിക്കുന്നത്, പ്രകടന മാനദണ്ഡങ്ങള് സ്ഥാപിക്കുന്നത്. Then convey performance expectation to employees. Convey performance expectations to employee. എന്താണ് ഒരു എംപ്ലോയീസിൽ നിന്ന് നമ്മൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്, അയാളുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് നിങ്ങൾ ഇന്ന രീതിയിലായിരിക്കണം പെർഫോം ചെയ്യേണ്ടത് നേരത്തെ ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ, ജീവനക്കാർക്ക് പ്രത്യേക രീതിയിൽ അത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് അവരുടെ പ്രകടന പ്രതീക്ഷകളെ കുറിച്ച് ജീവനക്കാരെ അറിയുക. കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ ടു എംപ്ലോയീസ്. ഒരു എംപ്ലോയീസിൽ നിന്ന് നമ്മൾ ഇന്ന കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്, ഇന്ന രീതിയിലായിരിക്കണം നിങ്ങൾ അവിടെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു അത് അവർക്ക് കൃത്യമായ രീതിയിൽ അറിയിച്ചിട്ടുണ്ടായിരിക്കും, ആർക്ക് എംപ്ലോയീസിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. Then measure real performance. Measure real performance. എന്താണ് measure real performance? ആളുടെ പെർഫോമൻസ് അവിടെ മെഷർ ചെയ്യുന്നു, അളക്കുക അല്ലെ. ആ എംപ്ലോയി അവിടെ ഏത് രീതിയിലാണ് പെർഫോം ചെയ്തത്, എത്ര ക്വാളിറ്റിയിലാണ് ആളെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും ചെയ്യുന്നത് വ്യക്തമായി ഒന്ന് മെഷർ ചെയ്യുക. മെഷർ റിയൽ പെർഫോമൻസ്. നന്നായി ആള് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും, മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Then compare actual performance with standards. Compare actual performance with the standards. എന്ത് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്? തന്നിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് അയാൾ ആക്ച്വൽ ആയിട്ട് അത് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അല്ലെ. തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് അയാൾ അവിടെ പെർഫോം ആക്ച്വൽ ആയിട്ട് റിയൽ ആയിട്ട് അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ അത് കമ്പയർ ചെയ്യുക. ഓക്കെ. Then discuss the appraisal with the employees. Discuss the appraisal with the employees. എന്താണ് discuss the appraisal with the employees? എംപ്ലോയീസുമായിട്ടൊരു എന്ത് നടത്താനാണ് പറയുന്നത്? വിലയിരുത്തൽ ചർച്ച അല്ലെ. ആ ഒരു വിലയിരുത്തൽ ചർച്ച നടത്തേണ്ടതാണ്. ഡിസ്കസ് അപ്രീഷ്യൽ വിത്ത് ദ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയീസുമായിട്ടൊരു വിലയിരുത്തൽ ചർച്ച, അവർ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു അപ്രീഷ്യൽ അല്ലെങ്കിൽ ഡിസ്കസ് അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ ചർച്ച അവിടെ നടത്തേണ്ടതാണ്. ഇഫ് നെസസറി ബിഗിൻ കറക്റ്റീവ് ആക്ഷൻ. എന്താണ് ഇഫ് നെസസറി ബിഗിൻ കറക്റ്റീവ് ആക്ഷൻ? എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് തിരുത്തൽ നടപടികളായിട്ട് തിരുത്തൽ നടപടികൾ ആരംഭിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള തിരുത്തൽ നടപടികളും കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള തിരുത്തൽ നടപടികൾ ആരംഭിക്കുക. ഓക്കെ, അങ്ങനെയാണ് ഒരാളുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പെർഫോമൻസ് അപ്രീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? Performance appraisal is a process of estimating an employee's performance of a job in terms of its requirements. ഒരു ജോലി സ്ഥലത്ത് ഒരാളുടെ എംപ്ലോയിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതാണ് പെർഫോമൻസ് അപ്രീഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് വിലയിരുത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കേണ്ടത്? നമ്മള് എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. പ്രകടന മാനദണ്ഡങ്ങള് എന്താണ് സ്ഥാപിക്കുക അല്ലെ. ആള് ഏതൊക്കെ രീതിയിൽ പെർഫോം ചെയ്യണമെന്നതിനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുക. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അയാളെ വാല്യൂ ചെയ്യുന്നത്. Then convey performance expectation to employee. എന്താണ് convey performance? ഏത് രീതിയിലുള്ള പ്രകടനമാണ് ആ ജീവനക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവരത് അറിയിക്കുക. ഇന്ന രീതിയിലായിരിക്കണം അവിടെ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അവരത് ആ ജീവനക്കാരെ കൃത്യമായി അറിയിക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക? പെർഫോം ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഓർഗനൈസേഷന്റെ ആവശ്യകതകൾ അനുസരിച്ചിട്ടായിരിക്കും പെരുമാറേണ്ടത്, ബിഹേവ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Then measure real performance.
measure real performance. Okay. Then compare actual performance with the standards. Compare actual performance with the standards. തന്നിരിക്കുന്ന ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യുക. തന്നിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ആളെ കമ്പയർ ചെയ്യുക. Then discuss the appraisal with the employees. എന്താണ് discuss the appraisal with the employees. എന്താണ് എംപ്ലോയീസുമായിട്ടൊരു വിലയിരുത്തൽ ചർച്ച നടത്തുക. എംപ്ലോയീസുമായിട്ടൊരു വിലയിരുത്തൽ ചർച്ച നടത്തുക. ഇഫ് നെസസറി we can corrective action. എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തൽ നടപടികൾ ഉണ്ടെങ്കിൽ, തിരുത്തേണ്ട ആവശ്യകതകൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തിരുത്തൽ നടപടികൾ ആരംഭിക്കുക. ഈ corrective actions. Okay. Yes. അപ്പൊ പെർഫോമൻസ് അപ്രീഷ്യൽ കഴിഞ്ഞു. നെക്സ്റ്റ് മോട്ടിവേഷൻ. പ്രചോദനം. എന്തിനാണ് എംപ്ലോയീസിന് മോട്ടിവേഷൻസ് കൊടുക്കുന്നത്? എന്താണ് മോട്ടിവേഷന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യം എന്താണ് മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ? ബെറ്റർ ആവാൻ വേണ്ടി അല്ലെ? The goal of the individuals and organization can be attained through persuading workers towards productive performance. അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ ഗോൾ എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിൽ നിന്നുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റീവ് ആവുന്ന പെർഫോമൻസ് അല്ലെ? നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാവുന്ന തരത്തിൽ അവരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ അവരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അവർക്ക് അവിടെ ഒരു ആത്മാർത്ഥ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് അവരെ വർക്ക് ചെയ്യുള്ളൂ. Called motivational process. The goal of the individual and the organization can be attained through persuading workers toward productive performance is called motivational process. Underline ചെയ്യാട്ടോ. Motivational process എന്താണെന്നാണ് പറയുന്നത്? Goal of the individual and organization can be attained through persuading workers toward productive performance. അതായത് എംപ്ലോയീസിന് നല്ല രീതിയിൽ പ്രചോദനം കൊടുത്താൽ മാത്രമേ അവർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേഷൻ കൊടുക്കുക അല്ലെങ്കിൽ പ്രചോദനം കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ. It attracts begin action and also acts as a factor in the continuation of activity until objectives have been attained. ഇപ്പൊ മോട്ടിവേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് അവരെ ഒരു എംപ്ലോയീസിനെ മോട്ടിവേറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ എന്തായിരിക്കും? അവരെ അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലെ? അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടർ കൊടുത്തിട്ടായിരിക്കും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഒബ്ജക്റ്റീവ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? കുറച്ച് കാര്യങ്ങളായിരിക്കും അല്ലെ? കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ഒബ്ജക്റ്റീവ് ഫോം ചെയ്യപ്പെടുന്നത്. പ്രചോദനം കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും എംപ്ലോയീസിനെ പ്രചോദിപ്പിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടും. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അത്? It's the purpose of motivation to create conditions in which people are willing to work with passion, initiative, interest and enthusiasm, with a high personal and group moral satisfaction, with a sense of responsibility, loyalty and discipline, and with pride and confidence in a most coherent manner, so that the goal of an organization are attained effectively. Motivation purpose എന്ന് പറഞ്ഞാൽ എന്താണ്? To create conditions in which people are willing to work with passion. അവരെ വർക്കിന്റെ ഇംപ്രൂവ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് കൊടുക്കുന്നത്? മോട്ടിവേഷൻ കൊടുക്കുന്നത്. അവരുടെ പാഷൻ, അവരെ അതുപോലെ തന്നെ എന്താണ് പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തർക്കും അവരുടേതായ ഒരു രീതികൾ ഉണ്ടായിരിക്കും, ഒരു പാഷൻ ഉണ്ടായിരിക്കും, ഒരു ടേസ്റ്റസ് ഉണ്ടായിരിക്കും. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചെയ്യാനുള്ളൊരു വയ്ക്കുന്നത്, അത് മുന്നോട്ട് വരാനുള്ളൊരു താല്പര്യം കൊടുക്കാനുള്ള ഒരു എന്താണ് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനീഷ്യേറ്റീവ് എടുത്തത് ചെയ്യാനായിട്ട് സാധിക്കും, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇൻട്രസ്റ്റും എൻത്യൂസിയാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സാഹം ഉണ്ടായിരിക്കും അല്ലെ? എൻത്യൂസിയാസം, ഉത്സാഹം, ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഹൈ പേഴ്സണൽ ഗ്രൂപ്പ് മോറൽ സാറ്റിസ്ഫാക്ഷൻ, പിന്നെന്താണ്? നമുക്കൊരു സംതൃപ്തി ഉണ്ടായിരിക്കും, ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. എന്ത് കിട്ടുമ്പോ?
മോട്ടിവേഷൻ കിട്ടുന്ന സമയത്ത് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ട് നമുക്കൊരു ഒരു എന്താണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ചെയ്തു തീർക്കണം എന്നുള്ളൊരു ആത്മാർത്ഥത നമുക്ക് തോന്നും. പിന്നെ എന്താണ് ലോയലിറ്റി ആൻഡ് ഡിസിപ്ലിൻ. ലോയലിറ്റി ആൻഡ് ഡിസിപ്ലിൻ എന്താണ്? ലോയലിറ്റി ആൻഡ് ഡിസിപ്ലിൻ അച്ചടക്ക നടപടികൾ അല്ലെ. മോട്ടിവേഷൻ കിട്ടുമ്പോ അതിന് ഡിസിപ്ലിൻ നമുക്ക് അതിന്റെ കൂടെ ഫോം ചെയ്ത് വരുന്നത് തന്നെയാണ്. ഓക്കെ, ഡിസിപ്ലിൻ ആവുന്നു വിത്ത് പ്രൈഡ് ഓഫ് കോൺഫിഡൻസ്, മോസ്റ്റ് കോൺഫിഡന്റ് മാനർ. ഡിസിപ്ലിൻ അച്ചടക്കം ഉണ്ടാവും, പിന്നെ നമുക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും അല്ലെ. കോൺഫിഡൻസ്, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് അവിടെ രൂപപ്പെടുകയാണ് മോട്ടിവേറ്റഡ് ആവുന്ന സമയത്ത് അല്ലെ. നമ്മൾ ഒരാൾ കുറെ നേരം ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തത് നമുക്ക് എന്താ സംഭവിക്കുക? നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും അല്ലെ, ഭയങ്കരമായിട്ട് നമുക്ക് ആത്മവിശ്വാസം വരും. ഓരോ കാര്യം ചെയ്യാനായിട്ട് ഓരോ കാര്യം ചെയ്തു തീർക്കാനായിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക്. ഓക്കെ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നമുക്ക് നല്ല സൂപ്പർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ കറണ്ട് പോകട്ടോ. Goals of an organization attain effective. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും അല്ലെ, ഒരു താല്പര്യം ഉണ്ടായിരിക്കും. ആ കാര്യം നല്ല രീതിയിൽ ചെയ്തു തീർക്കണമെന്ന് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്. അതിനനുസരിച്ച് മാത്രം നമുക്ക് പ്രവർത്തിക്കും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഏത് വർക്ക് നല്ല ഫീൽ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൽ നമുക്ക് എന്ത് കിട്ടണം? എംപ്ലോയീസ് എന്ത് കൊടുക്കണം? മോട്ടിവേഷൻ കൊടുക്കണം അല്ലെ. അവരെ കൂടുതൽ പ്രചോദിപ്പിക്കുക, വർക്ക് കംപ്ലീറ്റഡ് ആവാനായിട്ട് അവർക്ക് കൂടുതൽ പ്രചോദനം നൽകുക. മോട്ടിവേഷൻ ടെക്നിക്സ് ആർ ടു ബി പർസ്യൂഡ് എംപ്ലോയീസ് ഗ്രോത്ത്. മോട്ടിവേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്? എംപ്ലോയീസിന്റെ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് എപ്പോഴും പണിഷ്മെന്റ് മാത്രവും വർക്ക് ലോഡും കൊടുത്തുകൊണ്ടിരുന്ന എന്താണ്, അവർക്ക് അവിടെ വർക്ക് ചെയ്ത് എന്താണ് മതിയാവുന്നത്. കുറെ ആൾക്കാർ അവിടെ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോകും. ഓക്കെ, അവിടെ വേറെ ഒരു ഗ്രോത്തും നടക്കുന്നില്ല. അവർക്ക് വേണ്ട എന്താണ് മോട്ടിവേഷൻസ് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനത്തെ പ്രോഗ്രാംസുകളൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് റിഫ്രഷ്മെന്റ് ആയിരിക്കും. അത് ഒരു വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ഓക്കെ, yes. അപ്പൊ ഒരു മാനേജ്മെന്റ് നമ്മളിപ്പോ പറഞ്ഞ മോട്ടിവേഷൻ കൊടുക്കാന്ന് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ടെക്നിക്സിലൂടെയാണ് എംപ്ലോയീസിന് നമ്മുടെ മോട്ടിവേഷൻ കൊടുക്കുന്നത്? ആയിട്ടുള്ള മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളത്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെയാന്ന് നോക്കിയേ. മാനേജ്മെന്റ് ടെക്നിക്സ് ഡിസൈൻ ടു ഇൻക്രീസ് മോട്ടിവേഷൻ. അതായത് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് കുറച്ച് ടെക്നിക്സുകൾ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അത്? ഒന്നാമത്തത് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആയിരിക്കും. മോട്ടിവേറ്റേഴ്സ് എന്താണ്? സാമ്പത്തിക പ്രേരണകൾ കൊടുക്കും. ഏതൊക്കെ രീതിയിലെ സാമ്പത്തിക പ്രേരണകൾ കൊടുക്കും? Such motivations like linked directly or indirectly with the money, wages and salary, bonus, profit sharing, leave with pay, medical reimbursement. അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക അല്ലെ. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക പ്രേരണ എന്ന് പറയുമ്പോൾ ഇത്തരത്തില് വേജസ്, സാലറി, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, വിത്ത് ലീവ് വിത്ത് പേ അല്ലെ. ലീവ് എടുക്കാതെ ആൾക്ക് എന്താണ് ശമ്പളത്തോടു കൂടിയുള്ള ലീവ്, അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മെഡിക്കൽ ആയിട്ടുള്ള ഇൻഷുറൻസ് കാര്യങ്ങൾ മറ്റു മുതലായവ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണ് അവർക്ക് അത്തരത്തിൽ അനുബന്ധിച്ച ആനുകൂല്യമാണത് ശരിക്കും. അതിൽ മോട്ടിവേറ്റ് ചെയ്യാൻ ആനുകൂല്യം കൊടുക്കുകയാണ്. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക പ്രേരണ കൊടുക്കുമെന്നാണ് അവർക്ക് താല്പര്യം ഉണ്ടാവേണ്ടത് അല്ലെ. ബോണസ് ഒക്കെ കിട്ടുവാണെങ്കിൽ എന്താണ് അതിന് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ടെക്നിക്സ് ആണ് എന്ത്? ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് അഥവാ സാമ്പത്തിക പ്രേരണ. ഏതൊക്കെ രീതിയിലൂടെ? with money, wages, salary, bonus and profit sharing and leave with pay and medical insurance or reimbursement എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലാതെ എന്താണ്? PF, ESI, പിന്നെന്താണ്? ഓക്കെ, അത്തരം കാര്യങ്ങൾ അലവൻസ് ബാക്കി എല്ലാ അലവൻസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഫിനാൻഷ്യൽ മോട്ടിവേഷൻ അവർക്ക് കൊടുക്കും. അപ്പൊ അവരത് റീഡിങ് അവർക്ക് അതിൽ ഇൻട്രസ്റ്റഡ് ആകുന്നു.
അപ്പൊ ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവും. ഇനി പിന്നെന്താണ് non-financial motivators. These motivators are not linked with the monetary reward. Non-financial motivators എന്ന് പറഞ്ഞാൽ എന്താ? Motivators are not linked with the monetary. ഇത് monetary ഫണ്ടുമായിട്ട് റിലേറ്റഡ് അല്ല അല്ലെ? ഇത് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൂഡ് വിത്ത് വേജസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെ, സാലറിയുമായും മറ്റ് അലവൻസുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇവിടെ എന്താണ്? നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ് അല്ലെ, അതായത് പണ ഇടപാടുമായിട്ട്. നോൺ ഫിനാൻഷ്യൽ ഇത് ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ പണമിടപാടുമായിട്ട്, നോൺ ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? പണമിടപാടുമായി ബന്ധമല്ലാത്ത രീതിയിൽ അല്ലെ, അതായത് മോണിറ്ററി റിവാർഡ്സുകൾ കൊടുക്കാം. ഇതിൽ വരുന്നതാണ് ആദ്യത്തെ എന്താണ്? അപ്രീഷ്യൽ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. അപ്രീഷ്യൽ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ആ പ്രസ്റ്റീജ് വിലയിരുത്തുന്ന രീതിയിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, മോട്ടിവേഷൻ കൊടുക്കുക. അവരുടെ പെർഫോമൻസിന് നമ്മൾ പഠിച്ചില്ല നേരത്തെ, അപ്രീഷിയേറ്റ് കൊടുക്കുക, അവർക്ക് പ്രസ്റ്റീജ് ഉണ്ടാക്കി അവർ ചെയ്യുന്ന വർക്കിനെ അവരെ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അവർക്ക് കോംപ്ലിമെന്റ്സുകളോ മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അപ്രീഷ്യൽ ആയിരിക്കും. എന്താ? ഒരു പ്രചോദനം നൽകുക. അതാണ് ആദ്യത്തെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്രീഷ്യൽ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ്. ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് നമ്പർ എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് എന്താണ്? സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. Status and pride. A management often satisfies these needs by establishing status, symbols, and distinctions in its organization by supplying costly furniture, carpets on floor, pictures on the wall, personal assistant, etc. Status pride എന്ന് വെച്ചാൽ എന്താണ്? അത് ഏത് രീതിയിലാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഒരു മാനേജ്മെന്റ് അവിടുത്തെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവിടെ ഒരു എന്താണ് പ്രത്യേക തരത്തിലുള്ള സിംബൽസുകൾ അലോട്ട് ചെയ്യും. ദെൻ എന്താണ് കോസ്റ്റ്ലി ആയിട്ടുള്ള അവരുടെ ആ ഇരിക്കുന്ന എംപ്ലോയീസ് ഇരിക്കുന്ന ആ ഒരു ഏരിയ നല്ല രീതിയിലുള്ള ഫർണിഷിംഗ്, കാർപ്പറ്റ്സ് അതൊക്കെ ഉപയോഗിച്ച് നല്ല ഫ്ലോറിങ്, പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് എന്താണ് നമുക്ക് ആ ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് തന്നെ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും, നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് തോന്നും അല്ലെ. പല തരത്തിലുള്ള സിംബൽസുകൾ, നല്ല രീതിയിലുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ എന്താണ് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ കൂടി ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു പേഴ്സണൽ അസിസ്റ്റന്റിനെ കൂടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ഒരാളെയും കൂടി കിട്ടാന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ നമുക്ക് എന്താ? പിന്നെ നമുക്ക് ഓർഡർ ഇടാന്ന് മാത്രമല്ലേ, ഒരാള് ഹെൽപ്പ് ചെയ്യാനുണ്ടോ? ഒരാളോട് എന്ത് പറഞ്ഞാൽ അയാൾ ചെയ്യും, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അപ്പൊ അതെന്താണ്? ഒരു ഓർഗനൈസേഷനിലെ തന്ത്രമാണ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ വർക്ക് ചെയ്യാനായിട്ടൊരു താല്പര്യം ഉണ്ടായിരിക്കും. അപ്പൊ അതിനുള്ളൊരു തന്ത്രമാണ് എന്താ? സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. അപ്പൊ നമ്മൾ നല്ല വിലയുള്ള ജോലി സ്ഥാപനത്താണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ട്, എന്റെ ഓഫീസിൽ അതുണ്ട് ഇതുണ്ട് എന്നുള്ള നമ്മൾ എന്ത് പറഞ്ഞറിയില്ലേ, അതെന്താണ്? അത് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഓർഗനൈസേഷനിൽ നിന്ന് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണത് സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? അടുത്ത മോട്ടിവേഷൻ എന്താണ്? കോമ്പറ്റീഷൻ. Competition. Individuals are not expected to compete with one another if they feel they have chance to win and satisfy their ego. അല്ലെ, ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്തായാലും. അതൊരു മോട്ടിവേഷണൽ ടെക്നിക്ക് തന്നെയാണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ. അവനേക്കാൾ നന്നായിട്ട് എനിക്ക് വർക്ക് ചെയ്യണം, ഒരു ഈഗോ ഉണ്ടായിരിക്കും അവർ തമ്മിൽ അല്ലെ, ഓഫീസേഴ്സ് എംപ്ലോയീസ് തമ്മിലൊരു ഈഗോ ഉണ്ടായിരിക്കും, നന്നായിട്ട് രീതിയിൽ വർക്ക് ചെയ്യണം എന്ന ഒരു മത്സരം അല്ലെ. യെസ്, കോമ്പറ്റേറ്റീവ് ഫീൽഡ് ആയിരിക്കും എന്തായാലും. ഈഗോ ഉണ്ടായിരിക്കും, നല്ല രീതിയിൽ അവർക്ക് ഒരുപാട് ചാൻസസ് ഉണ്ടായിരിക്കും. അത് നേടിയെടുക്കാൻ വേണ്ടി ഒരു മത്സര ബുദ്ധിയോടുകൂടിയായിരിക്കും എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു കോമ്പറ്റീഷനുള്ള കുറച്ച് ടെക്നിക്സും കാര്യങ്ങളും മെത്തേഡ്സ് ഒക്കെ എന്താണ് ഒരു ഓർഗനൈസേഷനിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ് എന്താ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെ പറഞ്ഞു? അപ്രീഷ്യൽ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് പറഞ്ഞു, സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്, കോമ്പറ്റീഷൻ. ഓക്കെ, അത്രയും മതി. കറണ്ട് പോയില്ലായിരുന്നെങ്കിൽ ഇത് വരുമായിരുന്നു കേട്ടോ.
നിർത്തണം, വലിച്ചു കിട്ടുന്നില്ല. പറയാനുണ്ട്, ഈ പോയിന്റ്സിലൊക്കെ ഒരുപാട് പറയാനുള്ളതാണ്. അപ്പൊ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കോമ്പറ്റീഷൻ വരെ നിങ്ങൾ വായിക്കാം, എടുത്ത ഭാഗങ്ങൾ വായിക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? താങ്ക് യു പറയല്ലേ സാഗര, പോവല്ലേ, ഞാൻ പോയിട്ടില്ല. നിക്ക്, പോവല്ലേ നിങ്ങള്, നിക്ക്. യെസ്, ഓക്കെ. അപ്പൊ എടുത്ത ഭാഗങ്ങൾ വായിക്കണം കേട്ടോ. ഇനി നമ്മള് എന്നാണ് കാണുന്നത്? അടുത്ത വെനസ്ഡേ കാണാം. ഓക്കെ, അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം. കല്യാണമൊക്കെയാണ് കേട്ടോ. 15-ാം തീയതി എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഓക്കെ, കല്യാണം കഴിഞ്ഞ് കാണാം കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.